ഹൃദയത്തിൽ കൈവച്ച് ഈ ഇസ്മിനെ പലതവണ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ, നിസ്കാരങ്ങളിൽ ഖുശൂ ഉണ്ടാകും, ഭയഭക്തി ഉണ്ടാകും. ആരാധനയിൽ വളരെയധികം ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാൻ സാധിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാംസമോ ജീവികളിൽ നിന്ന് പുറപ്പെടുന്നതോ ആയ യാതൊന്നും ഭക്ഷിക്കാത്ത രൂപത്തിൽ ഈ നാമം മാസങ്ങളോളം ഒരാൾ നിത്യേന രാവും പകലും 10,000 വീതം ചൊല്ലിയാൽ അയാൾക്ക് സ്വപ്നത്തിലൂടെ തിളങ്ങുന്ന ഒരു വാള് ലഭിക്കും. തൂവെള്ള നിറമുള്ള ഒരാളാണ് ആ വാള് നൽകുക. അയാൾ ആ വാള് നൽകുമ്പോൾ പറയും, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതുകൊണ്ട് ചെയ്യാവുന്നതാണ് എന്ന്. ഇതൊരു സ്വപ്നമാണ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഒരാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് നമ്മൾ ആ ഭാഗത്തേക്ക് കൈ ഉദ്ദേശിച്ച്, ആ ഭാഗത്തേക്ക് അയാളെ ഉദ്ദേശിച്ച് നമ്മൾ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചാൽ മാത്രം മതി, വലിയ ഫലങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും എന്നൊക്കെ മഹാന്മാർ പറഞ്ഞ ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള വരാനുള്ളവർക്കുള്ള ഡേറ്റ് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത്. അപ്പോൾ വിളിച്ചാലാണ് ലഭിക്കുക എന്നറിയിക്കുകയാണ്. ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുമ്പോൾ തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറൊക്കെ. അപ്പോൾ ക്ഷമയോടുകൂടെയാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്താണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ വാഹന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി മഴയൊക്കെ ആയതുകൊണ്ട് പ്രയാസപ്പെടാത്ത രൂപത്തിലാണ് എത്തേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ആ ഒരു ഇസ്മ നമുക്കൊക്കെ അറിയാം. അൽ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഇസ്മാണ് മുമീത്ത് എന്ന് പറയുന്നത്. മരിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ജീവൻ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ജീവൻ തിരിച്ചെടുക്കുന്നതും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമൊക്കെ അല്ലാഹു മാത്രമാണ്. വേറെ ഒരാൾക്കും അതിനുള്ള കഴിവില്ല. അല്ലാഹു പറയുന്നത് കാണുക, അവനല്ലാതെ ദൈവമേതുമില്ല, അല്ലാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹരായിട്ടുള്ളൂ. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവൻ മാത്രമാകുന്നു. അല്ലാഹുവാണ് നമ്മെ ജനിപ്പിച്ചത്, അല്ലാഹുവാണ് നമ്മെ മരിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം മരിപ്പിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവല്ലേ നമുക്ക് ഈ ജീവൻ നൽകിയത്. ഈ ജീവൻ ഒരു സമയത്ത് ഒരു കൃത്യമായ നമുക്കുള്ള ആ അജലം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവൻ എടുത്തു കളയും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമുതലാണ്. പിന്നെ ആത്മാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം, പിന്നീടാണ് യഥാർത്ഥത്തിൽ ഖബർ ജീവിതവും സ്വർഗവും നരകവും ഒക്കെ വന്ന് അനന്തമായ കാലം ജീവിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് യഥാർത്ഥത്തിൽ മരണത്തോടു കൂടെയാണ് ആരംഭിക്കുന്നത്. എതിരാളികൾ പരാജയപ്പെടാൻ ഈ ഒരു ഇസ്മ 70 തവണ ഉരുവിടൽ വളരെ ഫലമുള്ളതാണ് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 70 തവണ യാ മുമീത്തു യാ അല്ലാഹ്, യാ മുമീത്തു യാ അല്ലാഹ് എന്നൊരുവിട്ട് കൊണ്ടിരുന്നാൽ ഒരു ശത്രുക്കൾക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ ഈ നാമം സ്ഥിരമായിട്ട് ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ കൈവച്ച് ഇത് പലതവണ ഉരുവിട്ടുകൊണ്ട് ഇരുന്നാൽ ആരാധനാ കർമ്മങ്ങളിൽ, നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ അതിലെ ഒരു ഖുശൂ, ഒരു ഭയഭക്തിയൊക്കെ നമുക്ക് ലഭിക്കും. നല്ല കോൺസെൻട്രേഷനോടുകൂടെ നല്ലോണം ഇബാദത്തിൽ തന്നെ ലയിച്ച് നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകും എന്നുള്ളതാണ്. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതിനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി. എന്നാലേ ശരീരം തന്റെ അധീനതയിൽ വരും. ദിനം പ്രതി ഇത് 70 തവണ പ്രകീർത്തിച്ചാൽ യാതൊരു മാരണവും സിഹറും അവനെ ഏൽക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ ചിലപ്പോഴൊക്കെ നാം കടന്നു പോകാറുണ്ട്, പല സന്ദർഭങ്ങളിലായിട്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ ഇസ്മിനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രണ വിധേയമായി കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടാൻ ഈ ഇസ്മ ധാരാളമാണ്.
അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊക്കെ കിതാബുകളിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു അമലൊക്കെ അതേപോലെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ വലിയ വലിയ മഹാന്മാരുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ, മഹാന്മാരുടെ അടുക്കൽ നിന്നൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ ചെയ്യണം, വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആ ഒരു ദിവ്യശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ആ രൂപത്തിൽ തന്നെ അതിനോട് ഇടപെട്ടുകൊണ്ടിരിക്കണം. ഈ മാംസം അതേപോലെയുള്ള ജീവികളിൽ നിന്ന് പുറപ്പെടുന്നതായ ഒരു അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും കഴിക്കാതെ അങ്ങനെ അതൊക്കെ വർജിച്ചുകൊണ്ട് ഈ നാമം ഒരു മാസങ്ങളോളം ഒരാൾ എല്ലാ ദിവസവും രാവിലെയും പകലും രാത്രിയിലും പകലിലൊക്കെ ആയിട്ട് 10,000 വീതം ചൊല്ലാം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു നാൾ സ്വപ്നത്തിലെ ഒരു തിളങ്ങുന്ന ഒരു വാള്, ഒരു തൂവെള്ള നിറമുള്ള ഒരാൾ അദ്ദേഹത്തിന് നൽകുമെന്നുള്ളതാണ്. അയാൾ ആ വാളുകൊണ്ട്, ആ വാള് നൽകുന്ന സമയത്ത് പറയും, നിനക്ക് തോന്നുന്നവരെയൊക്കെ ഇതുകൊണ്ട് എന്തും ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊരു സ്വപ്നമാണല്ലോ. ആ സ്വപ്നത്തിലൂടെ നൽകപ്പെടുന്ന ഒരു വാള്, ആ വാള് കൊണ്ട് അവനക്ക് ഇഷ്ടമുള്ളത് ബുദ്ധിക്ക് അവന്റെ ആ ഒരു ജീവിതശൈലി ആ രൂപത്തിലേക്ക് ആകും. പിന്നെ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അരുതായ്മകളൊന്നും ചെയ്യാൻ അവന് കഴിയൂല. അത് ധാർമ്മികമായിട്ട് അവൻ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അത്തരം ഒരു സന്ദർഭം അവനെത്തുന്ന സമയത്ത് അവന് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവന് പെട്ടെന്ന് അവന്റെ കൈകൊണ്ട് തന്നെ ആ വാള് അവനക്കൊരു ദിവ്യശക്തിയായി ലഭിച്ചല്ലോ. പിന്നെ അവന് കൈകൊണ്ട് തന്നെ ആക്ഷൻ കാണിക്കലോടുകൂടെ, ആംഗ്യം കാണിക്കലോടുകൂടെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അവന് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ അയാളുടെ ശത്രുവാണെന്നുണ്ടെങ്കിൽ ആ ശത്രുവിനൊന്നും ചെയ്യാൻ കഴിയൂല. അതോടുകൂടെ അയാളുടെ കഥ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ മഹാന്മാർ പരിചയപ്പെടുത്തിയ ഒരു ഇസ്മ കൂടെയാണ് യാ മുമീത്തു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. ഇസ്മുൽ ആളം എന്ന ആ ഇസ്മുൽ ആലമിലെ 2 അക്ഷരങ്ങൾ ഈ നാമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുമീത്ത് എന്ന് പറയുന്ന ഇസ്മിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്ന, ഞാൻ എല്ലാ സമയത്തും പറയാറുള്ളത് പോലെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകള് അത് മുറുകെ പിടിക്കുക. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക. അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമലുകൾ ചെയ്യുക. ഓരോ ഇസ്മുകളുടെയും പ്രയോഗങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റിയാള വീട്ടാത്തവരൊക്കെ റിയാള, വളരെ ലളിതമായ റിയാളകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ റിയാളകളൊക്കെ വീട്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അസ്മാഉൽ ഹുസ്നയുടെ റിയാളയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ റിയാള പൂർത്തിയാക്കി വീട്ടിയതിൻ്റെ ശേഷം ഓരോ ഇസ്മും ഒരു തവണ ചൊല്ലിയിട്ട് അത് ദായിമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഇസ്മും ഒരു തവണ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് അർത്ഥം എന്താ? ഓരോ ദിവസവും അസ്മാഉൽ ഹുസ്ന ഒരു തവണ ചൊല്ലിയാൽ ഓരോ ഇസ്മും ഒരു തവണ ചൊല്ലലായി. മനസ്സിലായല്ലോ? ഓരോ ഇസ്മും ഒരു തവണ ചൊല്ലലായി. 99 അസ്മാഉൽ ഹുസ്ന, 99 ഇസ്മുകള് ഒരൊറ്റ പ്രാവശ്യം ചൊല്ലലോടുകൂടെ എല്ലാ ഇസ്മും ഒരു തവണ ചൊല്ലലായല്ലോ. അപ്പൊ അങ്ങനെ ചൊല്ലിയിട്ട് അതിങ്ങനെ ദായിമാക്കി കൊണ്ടുവന്നാൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടി അതിനോടുള്ള കടപ്പാടുകളൊക്കെ വീട്ടിയിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം. അപ്പൊ അതില് അസ്മാഉൽ ഹുസ്ന അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അവനക്ക് ഉപകാരം ലഭിക്കുന്ന രൂപത്തിൽ അത് എത്തും എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങൾക്കും നമ്മൾ അതിനൊക്കെ പ്രയോഗിക്കുന്നതിനനുസരിച്ച് അതിനുള്ള റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിലിരുന്നാൽ നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്നയിൽ പങ്കെടുക്കാം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നൂറെ മദീനയുടെ മജ്ലിസിലിരുന്ന് അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരുണ്ട്. വർഷങ്ങളായി ഇതിൽ പങ്കെടുക്കുന്നവരുണ്ട്. തുടക്കം മുതൽ ഇതിൽ പങ്കെടുത്തവരുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്കും അസ്മാഉൽ ഹുസ്ന ചൊല്ലാവുന്നതാണ്, പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ അത് കാരണമായിട്ട് സംഭവിക്കും. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകളും അവർ നമ്മളോട് പറയാറുള്ളത് ഉസ്താദ് എപ്പോഴും ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അള്ളാഹുവേ, അവരൊക്കെ എന്ത് വിഷയങ്ങൾക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാൻ. രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാഹ്.
കടങ്ങൾ വീട്ടി കൊടുക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. മാസത്തിൽ ഒരിക്കൽ നമ്മുടെ മജ്ലിസിൽ നേരിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരിട്ട് പങ്കെടുക്കേണ്ടവര് ഇൻഷാ അല്ലാഹ് എല്ലാ അറബ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നേരിട്ട് പങ്കെടുക്കാൻ പറ്റും. അതിനെ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കുന്നില്ല. താല്പര്യമുള്ള കുറഞ്ഞ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം ഓരോ വിഷമങ്ങൾ ഓരോരുത്തർ ഇതിന് താഴെ എഴുതി അറിയിക്കും. അതൊക്കെ എഴുതി അറിയിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുമാരെയും കാണാത്തവരാണ്. അപ്പോൾ ഗൈബത്തിലുള്ള ദുആ ആണ്, അത് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. ഒരാളുടെ അഭാവത്തിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ലഭിക്കാൻ കാരണമാകും. അവരവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക, മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ തീരാനത് കാരണമാകും. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ട് അതേപോലെ തന്നെ നമ്മൾ ബിസ്മിയുടെ അമല് പറഞ്ഞിരുന്നു, സൂറത്തുൽ ഫത്ഹിന്റെ അമല് പറഞ്ഞിരുന്നു, യാ ലത്തീഫിന്റെ അമല് പറഞ്ഞിരുന്നു. ആ അമലുകളൊക്കെ ഓരോരുത്തരും ചെയ്തു നോക്കുക. നല്ല റിസൾട്ടുകൾ ഒരുപാട് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അമലുകളാണ്. അത് കാരണമായിട്ട് പ്രയാസങ്ങൾ തീർന്നവരുണ്ട്, കടങ്ങൾ വീടിയവരുണ്ട്, രോഗങ്ങൾ മാറിയവരുണ്ട്, വിദേശത്തേക്ക് പോയവരുണ്ട്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് എത്താൻ പ്രയാസപ്പെട്ട് മുടക്കങ്ങളായി തടസ്സങ്ങളായി നിന്ന പല ആളുകളും അവരൊക്കെ പല അമലുകളും ചെയ്ത് അവിടെ എത്തിയവരുണ്ട്. വിദേശത്ത് മാസങ്ങളോളമായി വിസിറ്റിംഗ് വിസയിൽ കഴിയുന്നവർ, അവർക്കൊരു ജോബ് സെറ്റാവാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായ എത്രയോ അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ ചെയ്തു നോക്കാം. ഏത് അമല് കാരണമായിട്ടാണ് നമുക്ക് രക്ഷ ലഭിക്കുക, നമുക്ക് ഫത്ഹ് ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.